ഹായ് ഗീക്സ്, വെൽക്കം ടു ജിഷ്ണു ഗീക്സ്. ഇന്ന് നമ്മുടെ AWS ക്രാഷ് കോഴ്സിൻ്റെ ഡേ 2 സെക്ഷനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മോഡൽസ്, അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് മോഡൽസ് എന്ന് പറയും. ഇത് IaaS ഉണ്ട്, PaaS ഉണ്ട്, SaaS ഉണ്ട്. ഇതെന്തൊക്കെയാണ് ഇത് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പഠിക്കും. അതിനുശേഷം നമ്മൾ ക്ലൗഡ് സർവർ മോഡൽസ് എന്തൊക്കെയാണ്, പ്രൈവറ്റ് ക്ലൗഡ് എന്താണ്, പബ്ലിക് ക്ലൗഡ് എന്താണ്, ഹൈബ്രിഡ് ക്ലൗഡ് എന്താണ്, ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കും. അതിനുശേഷം നമ്മൾ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ, AWS ഗ്ലോബലി എങ്ങനെയാണ് സെറ്റപ്പും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്, ഓക്കെ, അതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്, റീജിയൻസ്, അവൈലബിലിറ്റി, സോൺസ്, ഡാറ്റ സെന്റേഴ്സ്, എഡ്ജ് ലൊക്കേഷൻസ്. ഇതൊക്കെ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് കമ്പയർ ചെയ്ത് സെറ്റ് ആക്കുന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ. അതിനുശേഷം നമ്മൾ ഒരു AWS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഹാൻഡ്സ് ഓൺ ആയിട്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ വിത്തൗട്ട് ഫെദർ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്കലി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് ക്ലൗഡ് സർവീസ് മോഡൽ, അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് മോഡൽസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫസ്റ്റ് നമ്മൾ പറഞ്ഞ IaaS, അതിന്റെ ഫുൾ ഫോം ആണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അതേപോലെ PaaSന്റെ ഫുൾ ഫോം ആണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ SaaSന്റെ ഫുൾ ഫോം ആണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഓക്കെ, ഇത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയാം. നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക, ബാക്കി കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പറയുന്ന കാര്യങ്ങളും പേഴ്സണൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു അപ്പാർട്ട്മെന്റ് റെന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു എംപ്റ്റി ആയുള്ള അപ്പാർട്ട്മെന്റ്, ലൈക്ക് എംപ്റ്റി ആയുള്ള റൂം മാത്രമേ കിട്ടൂ. അതിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, പവർ ഉണ്ടാവില്ല, മീൻസ് ഒരു റൂം മറ്റേ ഫർണിഷ്ഡ്, ലൈക്ക് അലമാരി ഉണ്ടാവില്ല, ബെഡ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് എംപ്റ്റി അപ്പാർട്ട്മെന്റ്. ഓക്കെ, സോ അതാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ മാത്രം നമുക്ക് കിട്ടും. ഓക്കെ, മറിച്ച് നമ്മളെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അപ്പാർട്ട്മെന്റ് ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കും. ഓക്കെ, ബെഡ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതാണ് ഈ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയാം. ഒരു കംപ്ലീറ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെയുള്ളത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ലൈക്ക് നമ്മളൊരു ഓയോയിൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ഫർണിഷും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഭക്ഷണ കാര്യങ്ങളുമാണെങ്കിൽ അതുവരെ അവിടെ ഉണ്ടാവും. ഓയോന്റെ കേസിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയാം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്ന, റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നതാണ്. ഓക്കെ, ഇതിന് മൂന്നിന് റിയൽ ലൈഫ് എക്സാമ്പിൾ വേറെ താഴെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് എംപ്റ്റി അപ്പാർട്ട്മെന്റ്, അതായത് അപ്പാർട്ട്മെന്റിൽ ഒന്നും ഉണ്ടാവില്ല, ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ ഉണ്ടാവും. അത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയാം. നിങ്ങളിപ്പോൾ ഇത് രണ്ടുമല്ല, നിങ്ങൾ ഓയോയിൽ പോയി റൂം എടുത്ത് അതിനകത്ത് പോയിട്ട് ഒന്നും ചെയ്യണ്ട, ബെഡ് കാര്യങ്ങൾ ഫുള്ളി ആയിട്ട് നിങ്ങൾക്ക് സംഭവം ഉണ്ടാവും. ഫുള്ളി സോഫ്റ്റ്വെയർ ഉണ്ടാവും. സോഫ്റ്റ്വെയർ സാസിന്റെ കേസിൽ ഫുള്ളി റെഡിമെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഓക്കെ, ബേസിക്കലായിട്ട് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. അതിന് ശേഷം വരുന്നത് നമ്മളെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിൽ വരുമ്പോൾ സമയത്ത് ഈ ഒരു ഫിസിക്കൽ ഹാർഡ്വെയർ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ AWS പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, AWS ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസിൽ അവരെ ഹാർഡ്വെയർ, സെക്യൂരിറ്റി, ക്ലൗഡ് പ്രൊവൈഡ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയാം. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യങ്ങൾ ലൈക്ക് OS ഇൻസ്റ്റാളേഷൻ, ബാക്കി അതിൻ്റെ അകത്ത് സെർവർ മീൻസ് നമ്മൾ സെർവറിൻ്റെ ഉള്ളിൽ OS ഇൻസ്റ്റാൾ ചെയ്ത് ബാക്കി എല്ലാം മാനുവലി ആയിട്ട് പരിപാടിയെല്ലാം ചെയ്യുന്നത് ഡെവലപ്പറാണ്. അപ്പോൾ ഇതിൽ ഫുള്ളി കൺട്രോളർ ഡെവലപ്പറിന് ഉണ്ടാവും. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ഈ ഒരു സംഭവത്തിൽ അതിനൊരു എക്സാമ്പിൾ ആണ് EC2 എന്ന് പറഞ്ഞിട്ടുള്ളത്. EC2 സെർവർ, ഇതൊക്കെ നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നതാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ലൈക്ക് എന്താണ് ഒരു റെഡിമെയ്ഡുള്ള ഒരു സംഭവം ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ മാത്രമായി ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾക്ക് തരും. അതിനകത്തെല്ലാം അവർ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് AWS ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇലാസ്റ്റിക് ബീൻ സ്റ്റാക്ക് എന്നത്. ഇതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ പറയുന്നതാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. റെഡിമെയ്ഡ് ആയിട്ടല്ല, അതിനകത്ത് OS കാര്യങ്ങളൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് AWS തന്നെ തരും. പക്ഷേ ഇതിനകത്താണെങ്കിൽ OSും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മാനുവലി ചെയ്യണം. ഹാർഡ്വെയറും നെറ്റ്വർക്കും മറ്റു കാര്യങ്ങൾ മാത്രമേ IaaS തരും. ഓക്കെ, പിന്നെയുള്ളത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇത് സിമ്പിൾ ആണ്, എല്ലാ കാര്യങ്ങളും നമ്മളെ AWS തരും. AWS അല്ല, ഒരു ആപ്ലിക്കേഷൻ തരുന്നുണ്ടെങ്കിൽ അതിന് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയും. ഇത് നമുക്ക് ഗൂഗിൾ ഡോക്സ് ജസ്റ്റ് നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ആണ്, അതിൽ നിങ്ങൾക്ക് ഡാറ്റ എൻ്റർ ചെയ്തിട്ട് ആവശ്യാനുസരണം ഡാറ്റ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ജിമെയിലൊക്കെ ഒരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആണ്. പവർ പോയിന്റ് ഒരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, റെഡിമായിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് തന്നിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയും. ഓക്കെ, ഓക്കെ, ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഓരോ ടേംസ് എന്തൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, സോ അടുത്ത നമുക്ക് പറയാൻ പോകുന്നത് ക്ലൗഡ് ഡിപ്ലോയ്മെന്റ് മോഡൽസ്. ഓക്കെ, സിമ്പിൾ ആണ്. ബേസിക്കലി നമ്മളെ 3 മോഡൽസ് ആണ് ഉള്ളത്: പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്. പബ്ലിക് ക്ലൗഡിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്നും നോക്കണ്ട, എഴുതിയതെല്ലാം പിന്നെ നോക്കാം. ഞാൻ ആദ്യം പറയുന്നത് മനസ്സിലാക്കി വെക്കുക. പബ്ലിക് ക്ലൗഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. അതൊരു അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കലി അവൈലബിൾ ആണ്, ലൈക്ക് പബ്ലിക് ബസ് ആണല്ലോ, ലൈക്ക് KSRTCയും അങ്ങനത്തെ കാര്യങ്ങളോ പബ്ലിക്കായിട്ട് നമ്മൾ കയറി പോയിട്ട് പബ്ലിക് എല്ലാവർക്കും യൂസ് ചെയ്യാം. പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് ഒരു
KSRTC. ഓക്കെ, ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. അതുപോലെ പ്രൈവറ്റ് ക്ലൗഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കാർ ഉണ്ട്, ഇതൊരിക്കലും നാട്ടുകാർ വന്ന് കൈ നീട്ടി കയറുന്ന അവസ്ഥ വരില്ല, കാരണം ഇത് പ്രൈവറ്റ് ആണ്, നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ പ്രൈവറ്റ് ക്ലൗഡ്, പ്രൈവറ്റ് കാർ. സോ അത് പ്രൈവറ്റ് ക്ലൗഡായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. പിന്നെ ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളെ കാറ് വഴിക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ് വേണമെങ്കിൽ ബസ്സിൽ തിരക്കാൻ നിങ്ങൾക്ക് ചില സമയത്ത് മൂടുള്ള സമയത്ത് പ്രൈവറ്റ് കാറും യൂസ് ചെയ്യാം. രണ്ടും അറ്റ് എ ടൈം യൂസ് ചെയ്യുന്ന പറയുന്നതാണ് ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ്. ഇനി നമുക്ക് ഇതിന്റെ ടേമും അറിയാം. പബ്ലിക് ക്ലൗഡിൽ നമ്മളെ ഷെയർഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ലൈക്ക് AWS ഒരു പബ്ലിക് ക്ലൗഡ്. AWSലൊക്കെ എന്താണ് പബ്ലിക് ക്ലൗഡിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, സോ മെയിനായിട്ട് നമ്മളെ പബ്ലിക് ക്ലൗഡ് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരുപാട് യൂസേഴ്സിന് ഷെയർ ചെയ്യുന്നതാണ് പബ്ലിക് ക്ലൗഡ്. പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ AWS ഉണ്ട്, അഷ്യൂർ ഉണ്ട്, ഗൂഗിൾ ക്ലൗഡ് ഉണ്ട്. എനിവൺ ക്യാൻ യൂസ് ഇറ്റ്. റിസോഴ്സസ് ആർ ഷെയർഡ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള EC2 അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആർക്ക് വേണമെങ്കിൽ പബ്ലിക് ക്ലൗഡ് കയറിയിട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് പബ്ലിക് ക്ലൗഡ് എന്ന് വെച്ചാൽ. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു ഓർഗനൈസേഷൻ മാത്രം യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളെ ഗവൺമെന്റിനൊക്കെ അവർക്ക് അവരുടേതായ പ്രൈവറ്റ് ക്ലൗഡ് ഉണ്ട്. കാരണം വെച്ചാൽ ഹൈലി സെൻസിറ്റീവ് ഡാറ്റ ആണല്ലോ, അതൊന്നും ചോർന്നു പോകാണ്ടിരിക്കേണ്ടിട്ട് ഇവർക്ക് പ്രൈവറ്റ് ക്ലൗഡിലാണ് സൂക്ഷിക്കുക, പുറത്തുള്ള പബ്ലിക് ക്ലൗഡിലേക്ക് കൊടുക്കില്ല. സോ അത് ഡെഡിക്കേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്, യൂസ്ഡ് ഓൺലി ബൈ വൺ ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി കമ്പനീസ് ഇന്റേണൽ ക്ലൗഡ് ഓർ ഓൺ പ്രിമൈസ് ഡാറ്റാ സെന്റർ എന്ന് പറയുന്നത് കമ്പനി ഇന്റേണൽ യൂസിന് മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ സീക്രട്ട് ഏജൻസി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുക. പിന്നെയുള്ള ഹൈബ്രിഡ് ക്ലൗഡ്, ബോത്ത് ലൈക്ക് പബ്ലിക്കും പ്രൈവറ്റും യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ബസ്സും കാറും യൂസ് ചെയ്യുന്ന പോലെ. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബാങ്കിങ് സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ നോർമലി പബ്ലിക്കിന് കൊടുക്കും, ബട്ട് ബാക്കിയുള്ള ബാങ്കിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ലൈക്ക് ഇന്റേണൽ കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ക്ലൗഡിലാണ് ചെയ്യുക. ബാക്കിയുള്ളത് പബ്ലിക്കിന് ആക്സസ് ചെയ്യുന്നത് പബ്ലിക് ക്ലൗഡിലേക്ക് സർവീസ് കൊടുക്കും, ബാലൻസ് ചെയ്യിക്കാണ് കാര്യങ്ങളൊക്കെ. ബട്ട് ബാങ്കിനകത്തുള്ള ഇന്നർ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൈവറ്റ് ക്ലൗഡിലേക്ക് സൂക്ഷിക്കുക. ഓക്കെ, ഇതാണ് ബേസിക്കലി ഹൈബ്രിഡ് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, പബ്ലിക് ക്ലൗഡ്. ജസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പ്രൈവറ്റ് കാർ രണ്ട് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് മനസ്സിലാക്കുക. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ സോ ഇനി അടുത്ത പറയാൻ പോകുന്നതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. AWS സാധാരണ നിങ്ങൾ വിചാരിക്കും ഈ AWS വെച്ചാൽ നമ്മളിപ്പോൾ വെബ്സൈറ്റിൽ ഒരു വെബ്സൈറ്റ് കയറ്റി ഓരോ സാധനങ്ങൾ നമ്മൾ ഓരോ സർവീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിക്കും ഇത് ലോകത്ത് എവിടെയെങ്കിലും ഇതിന്റെ ഫിസിക്കലായിട്ടുണ്ടോ? ഇതിപ്പോ എന്താണ് ഒരുപാട് വലിയ റൂമിൽ ഡാറ്റാ സെന്റേഴ്സും കാര്യങ്ങളായിട്ടുണ്ടോ? ആക്ച്വലി അങ്ങനെയാണ് ശരിക്കും AWS ഉള്ളത്. ഒരുപാട് റീജിയൻസിൽ ഇവിടെ കണ്ടു, US ഈസ്റ്റ് റീജിയൻ, യൂറോപ്പ് റീജിയൻ, മുംബൈ റീജിയൻ, ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ AWS ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോ മെയിനായിട്ട് ഫസ്റ്റ് വരുന്ന കാറ്റഗറിയാണ് റീജിയൻ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയന്റെ ഉള്ളിൽ വരുന്ന റീജിയൻ നമ്മൾ മെയിനായിട്ട് ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയും. ആ റീജിയന്റെ ഉള്ളിൽ വരുന്നതാണ് അവൈലബിലിറ്റി സോൺ എന്ന് പറയാം. ആ റീജിയന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോൺ ഉണ്ടാവും, മിനിമം 2 അതിൽ കൂടുതലോ അവൈലബിലിറ്റി സോൺസ് ഒരു റീജിയന്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, ഈ അവൈലബിലിറ്റി സോണിന്റെ ഉള്ളിലാണ് ഡാറ്റാ സെന്റേഴ്സ് ഉണ്ടാവുക. ഇവിടെ കാണുന്നില്ല മൾട്ടിപ്പിൾ ഡാറ്റാ സെന്റേഴ്സ് ഈ അവൈലബിലിറ്റി സോണിന്റെ ഉള്ളിലാണ്. ഈ ഡാറ്റാ സെന്റേഴ്സിന്റെ ഉള്ളിലാണ് നമ്മളെ ഓരോ സർവീസസും ഉണ്ടാവുക. ഓക്കെ, EC2 സർവേഴ്സും S3 സ്റ്റോറേജ്, അതുപോലെ മൾട്ടിപ്പിൾ സർവീസും ഒക്കെ സംഭവം സെറ്റപ്പ് ചെയ്തത് ഈ ഡാറ്റാ സെന്റേഴ്സിനുള്ളിലാണ്. ഈ ഒരു സംഭവങ്ങളാണ് നമ്മൾ വെബ്സൈറ്റ് വഴി EC2 സർവറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നത്. ഈ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അടുത്തുള്ള ഏത് റീജിയൻ ആണോ അവിടെ പോയി ആ ഒരു സർവറിലേക്കാണ് കാര്യങ്ങൾ ഹോസ്റ്റ് ആവുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫസ്റ്റ് വരുന്നത് റീജിയൻ, പിന്നെ വരുന്ന അവൈലബിലിറ്റി സോൺസ്. അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. റീജിയൻ, അവൈലബിലിറ്റി സോൺസ്, അതിൻ്റെ ഉള്ളിൽ ഡാറ്റാ സെന്റേഴ്സ്. ഓക്കെ, ഡാറ്റാ സെന്റേഴ്സിന്റെ ഉള്ളിലാണ് ഈ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ പിന്നെയുള്ളത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇവിടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എഡ്ജ് ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് എഡ്ജ് ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എന്താണ് എഡ്ജ് ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒന്നുമില്ല, നിങ്ങളിപ്പോൾ അമേരിക്കയിലാണ് ഇരിക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അമേരിക്കയിൽ നിന്ന് HireBuy.in എന്ന് പറഞ്ഞുള്ള ഒരു വെബ്സൈറ്റ് ഇന്ത്യയിൽ ഹോസ്റ്റ് ചെയ്ത വെബ്സൈറ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അമേരിക്കയിലെ ലാപ്ടോപ്പ് തുറന്ന് HireBuy.in അടിക്കുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക നിങ്ങളുടെ വെബ്സൈറ്റ്? നേരെ ഇവിടെ റിക്വസ്റ്റ് ഇവിടത്തേക്ക് ഇന്ത്യൻ സെർവറിലേക്ക് പോയി ഇവിടെ നിന്ന് വേണം റെസ്പോൺസ് കിട്ടി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അമേരിക്കയിൽ ഇരിക്കുന്ന ആൾ. ഓക്കെ, സോ ഈ എഡ്ജ് ലൊക്കേഷൻ എന്നുള്ള എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആക്സസ് ചെയ്ത സമയത്ത് കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷെ രണ്ടാമത് നമ്മൾ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ US തന്നെയുള്ള ഒരു എഡ്ജ് സെർവറിൽ എഡ്ജ് ലൊക്കേഷനിൽ നിങ്ങൾ ആദ്യം ഓൾറെഡി മീൻസ് ആ സെർവർ ആ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മീൻസ് ക്യാഷ് ആയിട്ട്
നിങ്ങൾ എഡ്ജ് സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ആദ്യം ഇന്ത്യയിൽ പോയിട്ട് റിക്വസ്റ്റ് അയച്ച് ഇന്ത്യയിൽ സെർവറിൽ പോയി റിക്വസ്റ്റ് അയച്ച് റെസ്പോൺസ് കിട്ടണ്ട. നിങ്ങൾക്ക് എഡ്ജ് ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആക്സസ് ചെയ്യുന്ന ഏത് വെബ്സൈറ്റ് ആണോ അത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ എഡ്ജ് ലൊക്കേഷൻ എന്ന സംഭവം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് എഡ്ജ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് എന്ന് പറയാം. അത് നമുക്ക് എഡ്ജ് ലൊക്കേഷൻ എന്ന് പറയാം. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഗ്ലോബലി ഇതാണ് ലൈക്ക് AWSന്റെ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ മാപ്പാണ്, ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മാപ്പാണ്. ഇത്രയും അവൈലബിലിറ്റീസ് ഓൺ റീജിയൻസ് ഉണ്ട് AWSന്. ഒരു വേൾഡിന്റെ എല്ലാ രാജ്യത്തിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനിയും പുതിയ റീജിയൻസ് ഇവിടെ തുടങ്ങുന്നുണ്ട്. ബേസിക്കലി ഈ റീജിയൻ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. AWS റീജിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇവര് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങും. ഇതേപോലെ ബിൽഡിങ്സ് ഒക്കെ കിട്ടും. ഓക്കെ, ഈ ഒരു റീജിയന്റെ ഉള്ളിൽ ഈ ഒരു അവൈലബിലിറ്റി സോൺ ആണ്. ഓക്കെ, ഒരു അവൈലബിലിറ്റി സോൺ ആണ്. ഈ ഒരു റീജിയനിൽ വേറെ അടുത്ത സ്ലൈഡ് പറഞ്ഞുതരാം. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേറെ അവൈലബിലിറ്റി സോൺ ഉണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോൺ ഉണ്ടാവും. മിനിമം 2 എന്തായാലും ഉണ്ടാവും. ഓക്കെ, സോ ഈ ഒരു റീജിയൻസിനുള്ളിൽ ഈ ഒരു സാധനങ്ങൾ കാണുന്നതാണ് നമ്മളെ ഡാറ്റാ സെന്റേഴ്സ് എന്ന് പറയും. ഈ ഡാറ്റാ സെന്റേഴ്സിന്റെ ഉള്ളിലാണ് EC2 കാര്യങ്ങളൊക്കെ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ബിഗ് സംഭവങ്ങളാണ്. ഓക്കെ, ഇതിപ്പോ റീജിയൻസ് ഇപ്പൊ മനസ്സിലായില്ലേ, ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ഈ അവൈലബിലിറ്റി സോൺ ഉണ്ടാക്കിയിട്ട് ഇതിനുള്ള ഡാറ്റാ സെന്റേഴ്സ് വെച്ച സ്ഥലമാണ് ഈ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റീജിയൻ്റെ ഉള്ളിലെ അവൈലബിലിറ്റി സോൺസ്. നമ്മൾ ഫോർ എക്സാമ്പിൾ കൊച്ചി സിറ്റി നമ്മളൊരു റീജിയൻ എന്ന് പറയാം. കൊച്ചിയിൽ ഒരു റീജിയൻ ഉണ്ട് AWSന്റെ. ഇപ്പോൾ AWSന്റെ റീജിയനിൽ AZ എന്ന് വെച്ചാൽ അവൈലബിലിറ്റി സോൺ. ഓക്കെ, ഈ റീജിയൻ്റെ ഉള്ളിൽ 3 അവൈലബിലിറ്റി സോൺസ് ഉണ്ട്. ഒന്നാമത്തെ അവൈലബിലിറ്റി സോൺസിൽ കൊച്ചി നോർത്തിലാണ്. രണ്ടാമത്തുള്ളത് കൊച്ചി സൗത്ത്, അതായത് എറണാകുളം നോർത്ത്, എറണാകുളം സൗത്ത്. ഓക്കെ, പിന്നെയുള്ളത് വേറെ ഏതെങ്കിലും സൈഡിൽ. ഓക്കെ, അത് അവൈലബിലിറ്റി നമ്മൾ എല്ലാം അടുപ്പിച്ചെടുത്തിട്ടുണ്ടാവില്ല. കാരണം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു അവൈലബിലിറ്റി സോൺസ് ഉണ്ടാവുക. ഈ ഒരു അവൈലബിലിറ്റി സോൺസിനുള്ളിലാണ് ഡാറ്റാ സെന്റേഴ്സ് ഉണ്ടാവുക. ആ ഡാറ്റാ സെന്റേഴ്സിന്റെ ഉള്ളിലാണ് ഈ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയില്ലേ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ AWS അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ AWS കൺസോൾ ലോഗിൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗസറിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വരും. ജസ്റ്റ് അത് ഫസ്റ്റത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ AWSന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലേക്ക് എത്തി. ഇനി നമുക്കിത് സൈൻ ചെയ്യാണ് വേണ്ടത്. ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഓക്കെ, സൈൻ ചെയ്യാൻ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സൈൻ അപ്പ് ഫോർ AWS എന്ന് പറഞ്ഞിട്ട് വരും. ജസ്റ്റ് നിങ്ങൾ സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് യൂസർ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അക്കൗണ്ട് നെയിം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് വെരിഫൈ ഇമെയിൽ നമ്മൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇമെയിൽ അക്കൗണ്ടിലേക്ക് കോഡ് പോയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഇമെയിൽ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് വെരിഫിക്കേഷൻ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ് വെരിഫൈ ചെയ്യുന്നത് കാണിച്ചു തരും. അതിനുശേഷം നല്ലൊരു പാസ്വേഡ് കൊടുക്കുക. അപ്പർ കേസ്, ലോവർ കേസ്, നമ്പേഴ്സ്, നോൺ ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഉള്ളതൊരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് 1 of 5 എന്നുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഓക്കെ, ജസ്റ്റ് പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ഓൾറെഡി എവിടെയോ കൊടുത്തിട്ടുള്ള പാസ്വേഡാണ്. അതുകൊണ്ട് ജസ്റ്റ് പാസ്വേഡ് ഒന്ന് ജസ്റ്റ് നല്ല സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, ഇവർ കാണിച്ചു തരും പാസ്വേഡ് വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് നമുക്കിവിടെ ഫ്രീ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ചൂസ് ഫ്രീ പ്ലാൻ. അതിനുശേഷം നമ്മളെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഫുൾ നെയിം, ഓർഗനൈസേഷൻ വേണ്ടത് ഓപ്ഷനിലാണ്. ഫോൺ നമ്പർ എന്തായാലും കൊടുക്കണം. കൺട്രി കോഡ് ഇന്ത്യ കൊടുത്തിട്ട് ഫോൺ നമ്പർ കൊടുക്കുക. ഓക്കെ, ഫുൾ നെയിം കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളും ഫില്ല് ചെയ്യുക. കംപ്ലീറ്റ് എല്ലാം ഫില്ല് ചെയ്ത് ടിക്ക് ചെയ്തിട്ട് ഒന്ന് എൻ്റർ അമർത്തുക. അതിനുശേഷം UPI ഓട്ടോ പേ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇവിടെ കൊടുക്കുക. എൻ്റർ യുവർ UPI ID, അതിൽ UPI ID കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. UPI ID കൊടുത്തതിന് ശേഷം
വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മളെ UPI ആപ്പിൽ പോയിട്ടാണ് ബാക്കി ചെയ്യുന്നത്. UPI ID കൊടുത്ത് ഏതാണോ ആപ്പ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്നും ചെയ്യാതെ ഈ വിൻ ചെയ്ത് വെക്കുക. ഓക്കെ, ജസ്റ്റ് എന്നിട്ട് അതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സോ അതിന് ശേഷം നമ്മൾ അടുത്ത ഒരു വിൻഡോ ഓപ്പൺ ചെയ്തതിൽ ജസ്റ്റ് എന്താണ് പർപ്പോസ് കൊടുക്കുക. ഇപ്പോൾ പേഴ്സണൽ യൂസോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക, സീനില്ല. ഞാനിപ്പോൾ ഇവിടെ പേഴ്സണൽ യൂസ് കൊടുക്കുന്നു. ജസ്റ്റ് ഓണർഷിപ്പ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഇൻഡിവിജ്വൽ കൊടുക്കുക. ഓക്കെ, പിന്നെ പാൻ കാർഡ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം പാൻ കാർഡ് എന്തായാലും വേണം ഇത് ചെയ്യേണ്ടെങ്കിൽ, ഐഡൻറ്റിറ്റി ടൈപ്പ് അല്ല. അതിന് നമ്മൾ ഓൾറെഡി ഇവിടെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കണ്ടിന്യൂ അമർത്തിയാൽ മതി. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സോ ഫോൺ നമ്പർ കൊടുക്കുക, 4ാമത്തെ സ്റ്റെപ്പാണ്. അത് വെരിഫൈ കൊടുക്കുക. SMS പോകും, വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യുക. ലോഞ്ച് ആയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മുകളിലത്തെ റൈറ്റ് ക്ലിക്കിൽ അവിടെ പോവുക. എന്നിട്ട് ജസ്റ്റ് ബില്ലിംഗ് ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് പോവുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഓട്ടോ പേ ചെയ്ത് വെച്ചില്ല, അതൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ പോകണമെന്ന് പറഞ്ഞത്. സോറി, ബില്ലിംഗ് ആൻഡ് കോസ്റ്റ് എന്താ ബാക്കടിച്ച് പോയി. ബില്ലിംഗ് ആൻഡ് കോസ്റ്റ് മാനേജ്മെൻറ്റ് പോയിട്ട് അവിടെ ഒരു ഇതുണ്ടാവും, എന്തായിരുന്നു ഇവിടെ പേയ്മെൻറ്റ് പ്രിഫറൻസസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡിസേബിൾ ഓട്ടോ പേ എന്ന് പറയും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ പൈസ UPI നിന്ന് പോകില്ല. ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ഓട്ടോ പേ ക്ലിക്ക് ചെയ്ത് സെറ്റാക്കി വെക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി ക്ലാസ് നമുക്ക് ഇനി വരുന്ന സെക്ഷനിൽ ഹാൻഡ്സ് ഓൺ ആയിട്ട് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നതാണ്.